എല്ലാവർക്കും നമസ്കാരം. ജയൻ പറഞ്ഞ പോലെ നമുക്കെല്ലാം വളരെ ബഹുമാനവും എല്ലാ ആദരവും കൊടുക്കുന്ന ഒരു വലിയ മനുഷ്യൻ നമ്മളെ കാണാനായിട്ട് ഇപ്പോൾ സ്ക്രീനിലെത്തും. സാർ നമസ്തേ. ഞങ്ങളെല്ലാവരും സാറിൻ്റെ വാക്കുകൾ കേൾക്കാനായി കാത്തിരിക്കുകയാണ്. മോഹൻലാലാണ്. കേൾക്കാമോ? അമ്മയുടെ ഒരു മീറ്റിങ്ങിനും പോകാൻ സാധിക്കുമായിരുന്ന കാര്യം ഞാൻ മുടക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ജനറൽ ബോഡി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ ദുഃഖമുണ്ട്. ഇന്ന് ഈ രീതിയിലെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ആ സഹകരണത്തിൻ്റെ പേരിൽ ഇത്രത്തോളം വളർന്ന അമ്മ പിന്നെ ഒരു വളർന്നു വരുന്ന ഏതിനെയും അതിൻ്റെ എന്താ പറയാൻ വളർച്ചയെ നുള്ളിക്കളയാൻ, അത് നിർത്താൻ, തടയാൻ ശക്തികൾ വരും. അത് അമ്മയ്ക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സംഘടനകൾക്കും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. വളർന്നു പോയി കഴിഞ്ഞാൽ അതിനെ കഷ്ണമാക്കാൻ. ഇതിനെ ഞാനും പ്രസംഗിച്ചിട്ട് ഒരു സമയം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിലേക്ക് അധികം കിടക്കുന്നില്ല. പക്ഷെ ഒന്നേ പറയാനുള്ള, ഇതെല്ലാമായിട്ടും ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിട്ടും പിന്നെ തകർക്കാൻ തന്നെ ആളുകൾ ഉണ്ടായിട്ടും അവയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള അമ്മയുടെ അംഗങ്ങളുടെ വേണം എന്ന് വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസ്സിലിരിപ്പുകൊണ്ടാണ്. ആരും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, സംഘടനയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ആ സംഘടനാ ബലമാണ് അമ്മയിൽ നിന്നും ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അമ്മയിലെ അംഗങ്ങൾ തന്നെ മാറി നിന്നിട്ട് സ്നേഹമില്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടും വിരോധമായിട്ട് തന്നെ പെരുമാറിയിട്ടും അമ്മയെ ഒന്നും ചെയ്യാൻ സാധിക്കത്തിന് കാരണം ഈ പ്രവർത്തിക്കുന്ന ആളുകളുടെ നല്ല മനസ്സാണ്, അമ്മയോടുള്ള ആത്മാർത്ഥതയാണ്. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എനിക്ക് ദൂരെ നിന്നിട്ട് അറിയാനേ പറ്റുന്നുള്ളൂ. പക്ഷെ അറിയുന്നതെല്ലാം നേരെ അറിയുന്നുണ്ട്. പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. എന്താ ഇത്തിരി അതിൻ്റെ അകത്ത് തന്നെ ആളുകൾ എന്തുകൊണ്ട് അമ്മയെ ഇങ്ങനെ പറയുന്നു? അപ്പോൾ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. എന്തോ ആയിക്കോട്ടെ, അമ്മ ഇപ്പോഴും സജീവമായി തന്നെ ഉണ്ട്. അതിൽ വളരെയധികം സന്തോഷം. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വരാൻ സാധിക്കാത്തതിൻ്റെ ദുഃഖം എനിക്കിന്ന് മാറി. ഇപ്പൊ ആർക്കും ഒരു നല്ല ബുദ്ധി തോന്നി എന്നെ ഇതുപോലെ വിളിച്ച് എനിക്ക് തമ്മിൽ നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും സ്ക്രീനിൽ കൂടി കണ്ടിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ഇപ്പോ ഇതിന്റെ ശരിയും തെറ്റും പറഞ്ഞ് വ്യാഖ്യാനിച്ച് പ്രസംഗിക്കാനുള്ള ഒരു അവസരമല്ല. എനിക്കാകെ പറയാനുള്ളത്, എനിക്കിവിടെ ഇരുന്നുകൊണ്ട് അമ്മയുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും വിജയങ്ങളും ഉണ്ടാകണേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. അല്ലാതെ എനിക്ക് അമ്മയിൽ വന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. വേണ്ട, അവിടെ വരണമെന്നില്ലല്ലോ. ഇവിടെ ഇരുന്നും എപ്പോഴും ഞാൻ അംഗങ്ങളുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. പലരും എന്നെ കാണാൻ വീട്ടിൽ വരാറുണ്ട്. ലാല് തന്നെ വന്നിരുന്നു, ഒന്നോ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വന്നു, വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അങ്ങനെ സംസാരിക്കാനും അമ്മയെക്കുറിച്ച് പറയാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ സ്നേഹം ഒരിക്കലും കുറയരുത്. സ്നേഹം തെറ്റിദ്ധരിച്ചിട്ട് പോയ ആൾക്കാരുണ്ട്. അവരോടും സഹതാപവും സ്നേഹവുമേ ഇപ്പോഴും ഉള്ളൂ. തെറ്റാണെന്ന് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ അമ്മയുടെ വാതിൽക്കൽ വരാൻ മടിക്കണ്ട, വരണം. ഞാൻ പേഴ്സണലായിട്ട് പറയാണ്, വരണം. നിങ്ങളെല്ലാം
ഈ ആവശ്യമാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക്. അമ്മയെക്കുറിച്ച് അറിയാത്ത ആളുകളാരുമില്ല ഈ നാട്ടില്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നതും ശരിയല്ല. വീണ്ടും വീണ്ടും അമ്മയുടെ വിജയത്തിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അതിൽ സംഘാടകർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ നയിക്കാൻ സാധിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാ നന്മയും നേർന്നുകൊണ്ട് അമ്മ എന്നും നടീനടന്മാരുടെ മാത്രമല്ല സൊസൈറ്റിക്ക് തന്നെ പ്രയോജനം ഉണ്ടാക്കുന്ന രീതിയിൽ, പല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ വളരും ചെയ്യും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് പിന്നെ ശ്രമിച്ചതിന് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.